ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ദാ കുടുംബവിളക്കിന്റെ ഇന്നത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമൊക്കെ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നേരെ ആ കഥയിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ പങ്കജിന്റെ സകല ഉടായ്പ പരിപാടികളും പൂജയും അപ്പവും കൂടെ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ദാ അപ്പു തെളിവ് സഹിതം പൂജയെ ആ ഒരു ഹോട്ടൽ റൂമിൽ കൊണ്ടുവരുമ്പോഴത്തേക്കിനും പൂജയാണെങ്കിലോ പങ്കജിനെ കണ്ട പാടെ തന്നെ ഇനി എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല എന്നും പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അപ്പം പങ്കജല്ലേ ആള്, എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് പൂജയെ കൂടെ കൂട്ടണമല്ലോ. അതിന് വേണ്ടിയിട്ട് പങ്കജ് പിന്നാലെ അപ്പുവിൻ്റെയും പൂജയുടെയും പിന്നാലെ പോവുകയാണ്. ഈ സമയത്താണെങ്കിലോ പൂജയോട് സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ പൂജ പറഞ്ഞു, തന്നോട് എനിക്കൊന്നും സംസാരിക്കാനില്ല, എന്തായാലും താനും അകത്ത് കിടക്കുന്ന അവളും കൂടെ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ ഇപ്പം എനിക്ക് മനസ്സിലായി. ഇത്രയും കാലവും നീ എന്നെ പറ്റിക്കുമായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് പൂജ ഇങ്ങനെ ദേഷ്യത്തിൽ സംസാരിക്കുമ്പം ഇതിനൊക്കെ കാരണക്കാരനായത് അപ്പുവാണ് എന്നുള്ള രീതിയിൽ നമ്മുടെ അപ്പുവിൻ്റെ നേരെ പങ്കജങ്ങ് ചെല്ലുകയാണ്. പങ്കജ് വന്നതും അപ്പു പറഞ്ഞു, എടാ ഇനി നീ അധികം സംസാരിക്കൊന്നും വേണ്ട, നിന്റെ കള്ളത്തരങ്ങളൊക്കെ പൂജയ്ക്ക് നല്ലതുപോലെ മനസ്സിലായി. നീയും നിന്റെ അമ്മയും കൂടി കെട്ടിപ്പൊക്കിയ ഒരു ചീട്ടുകൊട്ടാരം ഉണ്ടല്ലോ, അതിതാ ഈ നിമിഷം തകർന്നടിയാണെന്ന് പറഞ്ഞു. അപ്പം ഈ സമയമാണെങ്കിൽ പൂജയാണെങ്കിൽ അല്ല, ഞാൻ ചുമ്മാതങ്ങ് പോയാൽ ശരിയാവില്ലല്ലോ, എനിക്ക് കുറച്ച് പറയാനുണ്ട്. ഇത്രയും കാലവും അതും ഇതും ഒക്കെ പറഞ്ഞ് എന്നെ വിശ്വസിപ്പിച്ചു. എൻ്റെ അപ്പുവേട്ടനിൽ നിന്ന് പോലും നീയാണ് എന്നെ അകറ്റിയത്. അതുമാത്രമല്ല, എൻ്റെ അമ്മയിൽ നിന്നും എൻ്റേതായിട്ടുള്ള എല്ലാ ആൾക്കാരിൽ നിന്നും നീയും നിൻ്റെ അമ്മയും പറഞ്ഞതനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്ക് മാറി നിൽക്കേണ്ടി വന്നത്. അതുകൊണ്ട് നിനക്കുള്ള സമ്മാനം ഞാൻ തന്നിട്ടേ പോകുള്ളൂ എന്നും പറഞ്ഞ് പൂജയാണെങ്കിലോ പങ്കജിൻ്റെ കാരണം നോക്കി ഒന്നങ്ങ് കൊടുത്തു. ഇതേ എന്തിനാണെന്ന് നിനക്കറിയാവോ? നീ ഇത്രയും കാലവും കള്ളത്തരം പറഞ്ഞ് എന്നെ വിശ്വസിപ്പിച്ചില്ലേ, എൻ്റെ വേണ്ടപ്പെട്ടവരിൽ നിന്നും എന്നെ അകറ്റിയില്ലേ, അതിനൊക്കെയുള്ള ശിക്ഷയാടാന്നും പറഞ്ഞ് നമ്മുടെ പങ്കജിൻ്റെ മുഖം അടച്ചു കൊടുത്തു. അപ്പം ഇതൊക്കെ കാണുമ്പോൾ പങ്കജിനാണെങ്കിൽ നല്ല ദേഷ്യം വരികയാണ്. എടാ അപ്പു, എന്തെങ്കിലും ഒരു കാര്യം ഞാൻ സ്വന്തമാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ സ്വന്തമാക്കിയിരിക്കും. ആ എൻ്റെ ജീവിതമാണ് നീ ഇല്ലാണ്ടാക്കിയെന്ന് പറഞ്ഞ് പങ്കജ് നമ്മുടെ അപ്പുവിനെ വെല്ലുവിളിക്കുക. ഇനിയും ഞാൻ ആലോചിക്കാം നീ ജീവനോടെ വേണോ വേണ്ടയോ എന്നുള്ള കാര്യം. അതുകൊണ്ട് നിന്റെ കാര്യത്തിൽ തീരുമാനമായി എന്നും പറഞ്ഞ് അപ്പുവിനെ ഭീഷണിപ്പെടുത്തുമ്പോഴത്തേക്കിനും അപ്പു പറയുക, എടാ നീ ഇനി എന്ത് സംസാരിച്ചിട്ട് എന്ത് കാര്യം? ദേ എൻ്റെ പൂജയ്ക്ക് സത്യങ്ങളൊക്കെ മനസ്സിലായി. ഇനി അവള് സത്യത്തിൻ്റെ ഒപ്പം നിൽക്കുകയുള്ളൂ. ഞാനും അതുപോലെ തന്നെ സുമിത്രാപ്പച്ചയും പറയുന്ന കാര്യങ്ങൾ അവൾ വിശ്വസിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പങ്കജിത നമ്മുടെ പൂജയും കൂട്ടിയിട്ട് നേരെ അവിടെ നിന്ന് പോവാണ്. ഈ സമയത്താണെങ്കിൽ സകലതും നഷ്ടപ്പെട്ടിട്ട് തൻ്റെ ആ ഒരു സ്വപ്നങ്ങളൊക്കെ തകർന്നു നിൽക്കുന്ന പങ്കജിനെ കാണിക്കുകയാണ്. പിന്നീടാണെങ്കിലോ നമ്മളെ കാണിക്കുന്ന സീൻ നമ്മുടെ സുമിത്രയുടെ അടുത്ത് നമ്മുടെ അനിരുദ്ധും അനന്യയും കൂടി അവർ ഇറ്റലിയിൽ പോകുന്ന കാര്യമൊക്കെ സംസാരിക്കാൻ ചെല്ലുകയാണ്. അമ്മേ, ഞങ്ങൾ ഇനി അധിക ദിവസം ഇവിടെ ഉണ്ടാവില്ല, ഞങ്ങൾ ഇറ്റലിയിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ നാട്ടിൽ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലല്ലോ. അപ്പം എന്താ മക്കളെ നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ പോവാൻ തീരുമാനിച്ചതെന്ന് സുമിത്ര ചോദിക്കുകയാണ്. ഈ സമയമാണെങ്കിലോ അനന്യ പറഞ്ഞു, അമ്മ അത് ഞങ്ങളുടെ രണ്ടുപേരുടെയും പ്രൊഫഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ ആകുമ്പോഴത്തേക്കിനും ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. പിന്നെ ഞങ്ങൾ പോകുന്ന സമയത്ത് സ്വരമുളയും കൂടെ കൂട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്വരയും കൂടെ കൂട്ടുന്ന കാര്യമൊക്കെ പറയുമ്പോൾ സുമിത്ര പറഞ്ഞു, മോളെ അത് നിങ്ങൾക്ക് പോകണോ? നിങ്ങളൊന്ന് ആലോചിക്ക്, നാട്ടിൽ എവിടെയെങ്കിലും നിന്നാൽ പോരെ, നിങ്ങൾ പോയി കഴിഞ്ഞാൽ അമ്മ തനിച്ചാവില്ലേ എന്നൊക്കെ പറഞ്ഞു സുമിത്ര ഇവരോട് സംസാരിച്ച് നിൽക്കുന്ന ആ ഒരു സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ പ്രതീഷ് വരുന്നത്. പ്രതീഷ് ഇവർ ഇറ്റലി പോകാനായിട്ട് പ്ലാൻ ഇടുന്ന കാര്യമൊക്കെ അറിഞ്ഞു. അപ്പോൾ പ്രതീഷ് നേരെ വന്നു, നിങ്ങൾ എവിടെ പോകുന്ന കാര്യം ഈ പറയുന്നതെന്ന് പറയുമ്പം അത് ഞങ്ങൾ ഇറ്റലി പോകുന്ന കാര്യമാണെന്നും പറഞ്ഞ് അനിരുദ്ധ് കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രതീഷിനോട് പറയുമ്പോഴത്തേക്കിനും, അല്ല നിങ്ങൾ ഇറ്റലി പോവോ അമേരിക്ക പോവോ എവിടെ വേണേലും പോയിക്കോ, നിങ്ങൾ എന്തിനാ സ്വരമോളെ കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും സുമിത്രയ്ക്ക് ചെറിയൊരു ഡൗട്ട്, ഇവൻ എന്താ സ്വരമോളുടെ കാര്യത്തിൽ ഇങ്ങനെ സംസാരിക്കുന്നത്. അങ്ങനെ സുമിത്ര പറഞ്ഞു, മോനെ അവര് പുറത്തേക്ക് പോകുമ്പോൾ അവരുടെ മകളെ കൂടെ കൊണ്ടുപോകുന്നതിൽ എന്താ പ്രശ്നമെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കിനും പ്രതീഷ് പറഞ്ഞു, അതെ അവരുടെ സ്വന്തം കുഞ്ഞായിരിക്കണം, എന്നാൽ മാത്രമേ അവരോടൊപ്പം കൊണ്ടുപോകാൻ പറ്റുള്ളൂ, ഇത് കുഞ്ഞ് എൻ്റെതാണെന്ന് പറയുകയാണ്. പ്രതീഷ് നീ എന്തൊക്കെയാ ഈ പറയുന്നതെന്ന് ചോദിച്ച്
സുമിത്രയാണെങ്കിൽ പ്രതീഷിനോട് ഇങ്ങനെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോഴത്തേക്കിനും എല്ലാ സത്യങ്ങളും ഞാൻ തന്നെ പറയണോ അല്ലേ? ദേ അതിനാണോ നിങ്ങൾ ഇങ്ങനെയുള്ളൊരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പ്രതീഷ് അനിരുദ്ധിനോടും അനന്യയോടും ചോദിക്കുമ്പോഴത്തേക്കിനും അനന്യ നിന്ന് കരയാൻ തുടങ്ങുകയാണ്. തൻ്റെ കുഞ്ഞ് തൻ്റേതല്ലാന്നതാ ഇപ്പൊ പ്രതീഷ് പറയുമല്ലോ. ആ ഒരു സങ്കടത്തിൽ അനന്യ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും മോനെ നീ എന്തൊക്കെ ഈ പറയുന്നത്? അവർക്ക് അവരുടെ കുഞ്ഞിനെ കൊണ്ടുപോകാനുള്ള എല്ലാ അവകാശവും ഇല്ലേ? കാര്യം നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവരെ തടഞ്ഞു നിർത്താനായിട്ട് നമുക്ക് സാധിക്കില്ലല്ലോ. തടഞ്ഞു നിർത്താൻ സാധിക്കും, എനിക്ക് സാധിക്കുമെന്നും പറഞ്ഞ് പ്രതീഷ് തൻ്റെ കുഞ്ഞാണ് സ്വരമോള എന്നുള്ള കാര്യം സുമിത്രയോട് പറയുകയാണ്. അപ്പം ഈ വിവരങ്ങൾ കേട്ട് നമ്മുടെ സുമിത്രയാണെങ്കിൽ ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും അനിരുദ്ധിനോട് സുമിത്ര ചോദിച്ചു, എടാ ഞാൻ ഈ കേൾക്കുന്നതൊക്കെ സത്യമാണോ എന്ന്. അപ്പോൾ അനിരുദ്ധും പറഞ്ഞു, സത്യമാണമ്മേ, അത് ശരിയായ കാര്യം തന്നെയാണ്. സ്വരമോള് പ്രതീഷിൻ്റെ കുഞ്ഞാണ് എന്നുള്ള കാര്യം അനിരുദ്ധും അനന്യയും ഒക്കെ സമ്മതിച്ചു. അനന്യക്കാണെങ്കിൽ ദേഷ്യമുണ്ട്, സങ്കടമുണ്ട്. അവൾ പ്രതീഷിനെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, എടാ നീ ഇത്രയും കാലവും ജയിലിൽ കിടന്നു. നീ ജയിലിൽ പോയ സമയത്ത് നിന്റെ കുഞ്ഞിനെ എപ്പോഴെങ്കിലും നീ ചിന്തിച്ചിട്ടുണ്ടോ? നീ ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോയി. ആ സമയത്ത് അതിന് അച്ഛനും അമ്മയുമായിട്ട് നിന്നത് ഞങ്ങൾ രണ്ടുപേരുമാണ്. എന്നിട്ടിപ്പതാ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് കുഞ്ഞിനെ തിരികെ വേണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തരാനായിട്ടൊന്നും പറ്റില്ല. അങ്ങനെയൊന്നും എനിക്ക് എൻ്റെ കുഞ്ഞിനെ വിട്ടു തരാനേ പറ്റില്ല എന്നും പറഞ്ഞ് അനന്യ കട്ടായം പറയുകയാണ്. പ്രതീഷ് ആണെങ്കിലോ, നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ സ്നേഹിച്ചു, സംഭവം ശരി തന്നെയാ. പക്ഷേ ആ സമയത്ത് എൻ്റെ സാഹചര്യം നിങ്ങളൊന്ന് ചിന്തിക്കണം. ഞാൻ എൻ്റെ കുഞ്ഞിനെ നോക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലൊന്നും ആയിരുന്നില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പം ആ സമയത്ത് നിങ്ങൾ എന്നെ സഹായിച്ചു, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇപ്പം എനിക്ക് ഏകെയുള്ള ഒരു പ്രതീക്ഷയെന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞു മാത്രമാണ്. സ്വരമോളോട് സത്യങ്ങളൊക്കെ ഞാൻ തുറന്നു പറയാം. എൻ്റെ കുഞ്ഞിനെ എനിക്ക് വിട്ടുതരാൻ പറ്റില്ല എന്നും പറഞ്ഞ് പ്രതീക്ഷ അങ്ങ് കയറിപ്പോവുകയാണ്. അപ്പം ഈ സമയമാണെങ്കിൽ സുമിത്രയാണെങ്കിൽ സത്യങ്ങളൊന്നും ഇത്രയും കാലം അറിഞ്ഞില്ലല്ലോ. അപ്പം എന്തിൻ്റെ പേരിലാണ് അനിരുദ്ധ് തന്നോട് ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചത് എന്നുള്ളത് നമ്മുടെ സുമിത്രയ്ക്ക് പിടികിട്ടി. അങ്ങനെ സുമിത്ര അവിടെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴത്തേക്കിനും നമ്മളെ കാണിക്കുന്നത് പ്രതീഷ് റൂമിലേക്ക് ചെല്ലുകയാണ്. പ്രതീഷ് റൂമിൽ നിന്നിട്ട് ഓരോ കാര്യങ്ങളും ഇങ്ങനെ ആലോചിച്ചു. തൻ്റെ കുഞ്ഞിനെ ഇന്ന് തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഒരു പക്ഷേ തനിക്ക് തൻ്റെ മോളെ നഷ്ടപ്പെടും എന്നുള്ള ആ ഒരു ചിന്തയിൽ അവൻ ഇങ്ങനെ നിൽക്കുമ്പം അവനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് സുമിത്രയും അങ്ങ് ചെല്ലുകയാണ്. സുമിത്ര ചെന്ന പാടെ തന്നെ അവനോട് പറഞ്ഞു, മോനെ നീ എന്തിനിങ്ങനെ സങ്കടപ്പെടുന്നത്? അപ്പം സുമിത്ര അവൻ്റെ തോളോട് ചേർന്ന് നിന്നിട്ട് മോനെ ആശ്വസിപ്പിക്കുമ്പോഴത്തേക്കിനും അവനാണെങ്കിൽ ആ പഴയ ഒരു സ്നേഹം, നമ്മുടെ സുമിത്രയോടുള്ള ആ ഒരു സ്നേഹം അത് കാണിക്കുക കേട്ടോ. ശരിക്കും പറഞ്ഞാൽ സുമിത്രയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു. മോനെ നീ ഇത്രയും സങ്കടങ്ങളൊക്കെ ഉള്ളിൽ വെച്ചിട്ടാണോ നടന്നത്? അമ്മ ഇതൊന്നും അറിഞ്ഞില്ലടാ. അമ്മയോട് ഇവൻ ഇതൊന്നും പറഞ്ഞിട്ടും ഇല്ല. അമ്മ എനിക്ക് മനസ്സിലായി, കുഞ്ഞിനെ എൻ്റെ കുഞ്ഞാണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ കുഞ്ഞിനെ നഷ്ടപ്പെടുമല്ലോ. അമ്മയും എനിക്ക് വേണ്ടി സംസാരിക്കും, അതുകൊണ്ട് മാത്രമായിരിക്കും അവർ ഇത്രയും കാലവും അമ്മയോട് സത്യങ്ങളൊക്കെ പറയാതിരുന്നേന്നും പറഞ്ഞ് പ്രതീക്ഷ നമ്മുടെ സുമിത്രയുടെ കാര്യങ്ങൾ സംസാരിക്കുമ്പം അതേ മോനെ അത് തന്നെ ആയിരിക്കും. പക്ഷേ നീ ഒന്നുകൂടി ആലോചിക്ക്. നീ സ്വരമോളെ ഇങ്ങനെ തട്ടിപ്പറിക്കല്ലേ. അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പതുക്കെ വേണം അവളെ നിന്റെ ഒപ്പം നിർത്താനെന്നൊക്കെ സുമിത്ര ഇങ്ങനെ പറയുകയാണ്. ഈ സമയത്താണെങ്കിലോ നമ്മുടെ പ്രതീക്ഷ, ഇല്ലമ്മ ഇനിയിപ്പോൾ ശരിയാവില്ല. ഞാനെങ്ങാനും കുറച്ച് താമസിച്ച് കഴിഞ്ഞാൽ ഇവർ ആ കുഞ്ഞിനെയും കൊണ്ട് ഇറ്റലി പോയി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ മോളെ കാണുന്നത്? അതുമല്ല അവളെ എനിക്ക് എന്നേക്കുമായിട്ട് നഷ്ടപ്പെടും. എനിക്ക് ആരുമില്ല, എനിക്ക് ആകെയുള്ളത് എൻ്റെ കുഞ്ഞു മാത്രമാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ ഞാൻ എൻ്റെ മോളോട് കാര്യങ്ങളൊക്കെ പറയും. അവളുമായിട്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് തന്നെ മാറുമെന്ന് പറഞ്ഞു. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് സുമിത്രയ്ക്കാണെങ്കിൽ വലിയ സങ്കടമൊക്കെ ആയി. സുമിത്ര പറഞ്ഞു, മോനെ നീ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുന്നേ ഒരു വട്ടം കൂടെ ഒന്ന് ആലോചിക്ക്. നിന്റെ ഏട്ടനും ചേച്ചിയും ഒക്കെ എത്രമാത്രം വിഷമിക്കുന്നുണ്ട്. അതുമല്ല സ്വരമോൾ ഈ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ അവൾ എങ്ങനെയായിരിക്കും അതൊക്കെ എടുക്കുക? എല്ലാം ചിന്തിച്ച് വേണം നീ അവളോട് സത്യങ്ങൾ പറയാൻ. എന്തായാലും അമ്മ ഇതൊന്നും അറിയാതെ പോയല്ലോ. അമ്മയോട് ആരും പറയാതിരുന്ന കൊണ്ടാണ് എൻ്റെ മോനോട് അമ്മ ഇങ്ങനെയൊന്നും കാണിക്കില്ല. അപ്പം സുമിത്ര തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ പ്രതീഷിന് കാര്യങ്ങളൊക്കെ മനസ്സിലായത് കൊണ്ട് തന്നെ പ്രതീഷ് അമ്മയോട് എനിക്ക് ഒരു പിണക്കവും ഇല്ല, എൻ്റെ അമ്മയെ എനിക്ക് വിശ്വാസമാണ്. എന്തായാലും ഇന്ന് തന്നെ ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൂട്ടി ഇവിടുന്ന് പോകുമെന്ന് പറഞ്ഞു. സുമിത്രയാണെങ്കിലോ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോഴത്തേക്കിനും ശരിക്കും സങ്കടത്തിലായി. അവൾ അവിടെ നിന്നിങ്ങനെ കരയുകയാണ്. ഈ സമയമാണെങ്കിൽ നമ്മളെ മറ്റൊരു കരച്ചിലുകാരെ കാണിക്കുകയാണ്. വേറെ ആരും അല്ല കേട്ടോ, നമ്മുടെ പൂജ. പങ്കജിനോട് ഇത്ര കണ്ട് ദേഷ്യത്തിലൊക്കെ സംസാരിച്ചെങ്കിലും പൂജയ്ക്ക് നല്ല സങ്കടമൊക്കെ ഉണ്ട്. അപ്പം അവനെ സ്നേഹിച്ചു പോയല്ലോ, ആ ഒരു സങ്കടം, ആ സങ്കടത്തിൽ വാവിട്ടിരുന്ന് കരയുകയാണ് പൂജ. ഈ സമയമാണെങ്കിലോ അപ്പു അവളുടെ അടുത്ത് ചെന്നിട്ട്, പൂജ നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്?
പറയുന്നത്, സാരയില്ല പോട്ടെ, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. എന്തായാലും അവൻ്റെ തനി നിറം നിനക്ക് ബോധ്യപ്പെട്ടല്ലോ മോളെ. എടി, അവൻ ഇതുപോലെ ഒരുപാട് പെൺകുട്ടികളെ ചതിച്ചിട്ടുണ്ട്. ഇപ്പതാ ഈ ഹോട്ടൽ റൂമിൽ കണ്ടതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരുടെ ജീവിതം പിച്ചി ചീന്തിയവനാണ് അവനെന്നൊക്കെ പറയുമ്പം അപ്പൂട്ടൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ വിശ്വസിച്ചില്ലല്ലോ. എൻ്റെ അപ്പൂട്ടനെ വരെ ഞാൻ തള്ളി പറഞ്ഞില്ലേ എന്നുള്ള രീതിയിൽ പൂജ ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും, സാരയില്ല പൂജ, അവൻ്റെ അമ്മയും അതുപോലെ അവനും നിന്നോടിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ അടുപ്പം കാണിച്ചത് നിന്റെ പേരിലുള്ള സ്വത്തുക്കളൊക്കെ അവരുടെ പേരിലേക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. എന്തായാലും നീ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. നിനക്ക് ഈ അപ്പുവേട്ടനുണ്ട് എന്നും പറഞ്ഞ് അപ്പു തൻ്റെ മനസ്സിലെ ആ ഒരു പ്രണയം അത് പൂജയോട് തുറന്ന് പറയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നിന്നെ. എന്തായാലും ഇനി അവൻ്റെ കാര്യം നീ മറന്നേക്കെന്നും പറഞ്ഞ് അപ്പു നമ്മുടെ പൂജയെ ആശ്വസിപ്പിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കുടുംബവിളക്കിൻ്റെ വിശേഷം അവസാനിക്കുന്നത്. അപ്പതാ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക്